കോട്ടയത്ത് അതിതീവ്ര വെള്ളപ്പൊക്കം നേരിട്ട കുമരകം ഇല്ലിക്കൽ ഭാഗം വീണ്ടും ആശങ്കയിൽ. ഇന്നലെ ഈ പ്രദേശങ്ങളിൽ നിന്ന് വെള്ളം ഇറങ്ങിത്തുടങ്ങിയിരുന്നു. മഴ കനത്തതോടെ റോഡുകളും വീടുകളും വീണ്ടും വെള്ളത്തിലായി. കോട്ടയം ഇല്ലിക്കലിൽ നിന്നും മിഥുൻ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കുമരകം ഇല്ലിക്കൽ ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ നിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങിയതായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അതിതീവ്രമായിട്ടുള്ള വെള്ളപ്പൊക്കം നേരിട്ട പ്രദേശമാണ്. കഴിഞ്ഞ പകൽ മഴ മാറി നിന്നതോടുകൂടി ഈ പ്രദേശത്ത് നിന്ന് വെള്ളം ഇറങ്ങിയതാണ്. പക്ഷേ വീണ്ടും സ്ഥിതിഗതികൾ മാറുകയാണ്. ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമുള്ള തീവ്രമായിട്ടുള്ള മഴ വീണ്ടും ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാക്കുമോ എന്നുള്ള ആശങ്കയിലാണ് ജനങ്ങളുള്ളത്. ഇവിടെ ഗതാഗതം ഉൾപ്പെടെ തടസ്സപ്പെട്ടതാണ്. ബസ് ഉൾപ്പെടെ സർവീസ് നിർത്തിവെച്ചതാണ്. ഇപ്പോൾ ഈ ഭാഗത്തുകൂടി ബസ് പോകുന്നുണ്ട്. കോട്ടയം ടൗണിലേക്ക് കുമരകത്ത് നിന്ന് തിരുവാർപ്പ് വഴി പോകുന്ന പ്രധാനപ്പെട്ട പാതയാണ്. ഈ ബസ് സർവീസ് ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം നിലച്ച അവസ്ഥയായിരുന്നു. വാഹനത്തിന് മുന്നോട്ട് നീക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പക്ഷേ അതിനൊക്കെ മാറ്റമുണ്ടായതാണ്. ഇന്നലെ പകൽ വെള്ളം ഇറങ്ങി തുടങ്ങിയതാണ്. പക്ഷേ ഇപ്പോൾ വീണ്ടും കാലാവസ്ഥ പ്രതികൂലമാകുന്ന സാഹചര്യത്തിൽ ആശങ്കയുണ്ടാക്കുകയാണ്. ഇവിടുത്തെ വീടുകളിലെല്ലാം ഭൂരിഭാഗം വീടുകളും വെള്ളത്തിലായിരുന്നു. 90-95% മുകളിൽ വീടുകളിലും വെള്ളം കയറിയതാണ്. വീടിനുള്ളിലേക്ക് വെള്ളം ഇരച്ചു കയറിയ സാഹചര്യമായിരുന്നു കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഉണ്ടായത്. ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലും ബന്ധുവീടുകളിലുമൊക്കെയാണ് ഭൂരിഭാഗം ആളുകളും ഈ പ്രദേശത്തെ ഇപ്പോഴും ഉള്ളത്. അവർ മുട്ടിന് മുകളിലേക്ക് അല്ലെങ്കിൽ കഴുത്തുവരെയൊക്കെ വെള്ളം ഉണ്ടായിരുന്ന പ്രദേശമാണ്. NDRF സംഘം രക്ഷാപ്രവർത്തനമൊക്കെ നടത്തി, ഫയർഫോഴ്സും NDRF സംഘമൊക്കെ രക്ഷാപ്രവർത്തനം നടത്തിയാണ് ഈ പ്രദേശത്തു നിന്നും ആളുകളെ ഒഴിപ്പിക്കുകയും കുടുങ്ങിക്കിടന്നവരെ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തത്. ഇപ്പോൾ മുട്ടിന് താഴേക്ക് മാത്രമാണ് വെള്ളമുള്ളത്. ഇറങ്ങി തുടങ്ങിയ വെള്ളമായിരുന്നു. വെള്ളം ഇറങ്ങിയായിരുന്നല്ലേ കഴിഞ്ഞ രാത്രി? ഇറങ്ങിയതായിരുന്നു. വീണ്ടും ഇന്നലെ ഇച്ചിരി കൂടുതലാണ് വെള്ളം. രാത്രിയിൽ പെയ്ത മഴ ഇന്നലെ തോരാതെ പെയ്യുമില്ലായിരുന്നു. അതിൻ്റെ കൂടുതലാണ്. വീടുകളിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി തുടങ്ങി. വീടുകളിൽ നിന്ന് ഇറങ്ങിയാണ്. വീടുകളൊക്കെ ഇന്നലെ കഴിയൊക്കെ ഇട്ടവർ വീണ്ടും വെള്ളം കയറി. ഇപ്പോൾ എങ്ങനെയാകുന്നു? ഇനിയിപ്പോൾ മഴ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഇനിയും കൂടാൻ സാധ്യതയുണ്ട്. പലയിടങ്ങളിലും ആളുകൾ ആ വീടുകളും മറ്റും വൃത്തിയാക്കി ഉടനെ തന്നെ തിരിച്ച് എത്താമെന്നൊരു പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ വൃത്തിയാക്കുന്ന ഘട്ടത്തിലേക്കൊക്കെ ആളുകൾ എത്തുന്നതിനിടയിലായിരുന്നു ഇത്തരത്തിൽ വീണ്ടും വെള്ളം കയറുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക്, വെള്ളം ഉയരുന്ന ജലനിരപ്പ് ഉയരുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയത്. ഇപ്പോഴും 12,000-ന് മുകളിൽ ആളുകൾ, 12,602 ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. 139 ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ കോട്ടയം ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പലയിടത്തും ഇനിയിപ്പോൾ മഴ മാറി നിൽക്കുന്നൊരു സാഹചര്യം, കിഴക്കൻ മേഖലയിൽ മഴ ഉണ്ടാകാതിരിക്കുകയും കിഴക്ക് പടിഞ്ഞാറ് മേഖലകൾ വ്യത്യാസമില്ലാതെ കാലാവസ്ഥ അനുകൂലമായി നിന്നാൽ മാത്രമേ ഉള്ളൂ വരുന്ന മണിക്കൂറുകളിൽ വീടുകളിൽ നിന്നടക്കം വെള്ളം ഇറങ്ങുകയുള്ളൂ. ഈ റോഡുകളിൽ നിന്നടക്കം വെള്ളം ഇറങ്ങുകയുള്ളൂ. ബസ് ഗതാഗതം ഉൾപ്പെടെ ഈ സമയത്തായിരുന്നു, ഈ മണിക്കൂറുകളിലായിരുന്നു പൂർണ്ണമായും സാധാരണഗതിയിലേക്ക് എത്തിയത്. വെള്ളമുണ്ട്, പക്ഷേ വാഹന ഗതാഗതത്തെ, ബസ് സർവീസിനെ തടസ്സപ്പെടുത്താത്ത രീതിയിലേക്കൊക്കെ വെള്ളക്കെട്ട് മാറിയ മണിക്കൂറുകളായിരുന്നു. അതിനാണിപ്പോൾ വീണ്ടും വിഘാതം സൃഷ്ടിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നത്. പലരും പറയുന്നത് വെള്ളം കൂടുതലാണ്, വെള്ളം വീണ്ടും ഉയരുന്നു, ജലനിരപ്പ് ഉയരുന്നു എന്നുള്ള കാര്യമാണ് പല ആളുകളും ഈ പ്രദേശവാസികൾ പറയുന്നത്. വെള്ളം വീണ്ടും കയറുക, ഭയങ്കര വെള്ളം, ഇറങ്ങാത്തൊക്കെ വെള്ളം ഇറങ്ങിയതായിരുന്നല്ലേ? ഇറങ്ങുന്നില്ല ഇതുവരെ. കഴിഞ്ഞ രാത്രിയിൽ മാറ്റം? കഴിഞ്ഞ രാത്രിയും വെള്ളം കൂടുതലാണ്. ക്യാമ്പിലാണോ? ക്യാമ്പിലല്ല, വീട്ടിൽ തന്നെയാണ്. പിന്നെ വരവ് പാട്, അരയ്ക്കൊപ്പം വെള്ളമുണ്ട്. ഇവിടുത്തെ കടകമ്പോളങ്ങളിലേക്കടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളം കയറിയതാണ്. കടകളിലേക്കടക്കം വെള്ളം കയറി വലിയ നാശനഷ്ടമൊക്കെ സംഭവിച്ചാണ്. വീടുകളിൽ ഗൃഹോപകരണങ്ങളടക്കം നശിച്ചിട്ടുണ്ട്. വാഹനങ്ങൾ പലയിടത്തും കുടുങ്ങിപ്പോയി, ഒറ്റപ്പെട്ടുപോയി. അങ്ങനെ വലിയ നഷ്ടങ്ങൾ സംഭവിച്ച ഒരു മേഖലയാണ് ഇല്ലിക്കൽ മേഖല. തീവ്ര വെള്ളപ്പൊക്കമുണ്ടായ കോട്ടയം ജില്ലയിൽ 2 പ്രദേശങ്ങളിലായിരുന്നു. പടിഞ്ഞാറൻ മേഖലയിൽ ഒന്ന് ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന ഇല്ലിക്കൽ പ്രദേശവും ഒന്ന് ആർപ്പുക്കരയിലെ കരിപ്പയുമായിരുന്നു. ഈ 2 ഭാഗങ്ങളിലായിരുന്നു വലിയ വെള്ളപ്പൊക്കം ഇത്തവണ ഉണ്ടായത്. ഇവിടെ നിന്ന് വെള്ളം ഇറങ്ങുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയതാണ്. ആശങ്ക ഒഴിഞ്ഞ പകലായിരുന്നു. പക്ഷേ അതിനിടയിലാണ് വീണ്ടും ഇപ്പോൾ മഴ കനക്കുന്നത്. വീണ്ടും ആശങ്കയുടെ മണിക്കൂറുകളായി മാറുന്നത്. വരും മണിക്കൂറുകളിൽ മഴ ഒഴിവാകും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് നാട്ടുകാർക്കൊക്കെ ഉള്ളത്. ക്യാമറമാൻ വിപിൻ കോതച്ചിറയ്ക്കൊപ്പം മിഥുൻ മുരളി, ജനം, കോട്ടയം.